എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യൂട്യൂബർ വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്തിലെ സർക്കാരിനെ വെട്ടിലാക്കാൻ പറ്റുമോ? എങ്കിൽ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ യൂട്യൂബറായ ഇർഫാൻ വ്യൂ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഇർഫാനാണ് തമിഴ്നാട്ടിലെ സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിനുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന യൂട്യൂബറാണ് ഇദ്ദേഹം. ഇർഫാൻ എന്ന യൂട്യൂബർ എങ്ങനെയാണ് തമിഴ്നാട് സർക്കാരിനെ വെട്ടിലാക്കിയത് എന്ന് ഞാൻ മുന്നോട്ട് പറയാം. ഒരു തവണയല്ല, 2 തവണയാണ് തമിഴ്നാട് സർക്കാരിനെ ഇദ്ദേഹം വെട്ടിലാക്കിയത്. അങ്ങനെ തമിഴ്നാട് സർക്കാർ വെട്ടിലാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിന് ഈ ഉദയനിധി സ്റ്റാലിനുമായിട്ട് അടുപ്പമുണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുണ്ട്, കനിമൊഴിയായിട്ട് അടുപ്പമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒട്ടുമിക്കാൽ സെലിബ്രിറ്റികളുമായിട്ടും ഇദ്ദേഹത്തിന് വളരെയധികം അടുപ്പമാണുള്ളത്. ഈ സെലിബ്രിറ്റികളൊക്കെ ഇദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് വീഡിയോകൾ ചെയ്ത് ആ വീഡിയോകളൊക്കെ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുണ്ട്. മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണ് ഈ യൂട്യൂബ് ചാനലുള്ളത്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനൽ കാണുകയും ചെയ്യും. ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകളും കുക്കിംഗ് ബ്ലോഗുകളുമാണ് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ ചെയ്യാറുള്ളത്. ഇർഫാൻ എന്ന യൂട്യൂബർ തമിഴ്നാട് സർക്കാരിനെ വെട്ടിലാക്കുന്നത് 2 വീഡിയോകൾ കഴിഞ്ഞ മാസം തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്താണ്. അതിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതിന്റെ തമ്പനയിൽ എന്ന് പറഞ്ഞാൽ ബേബീസ് ജെൻഡർ എന്നായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇദ്ദേഹം ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, എല്ലാ മാസവും ഇങ്ങനെ പ്രഗ്നന്റ് ആവുന്ന ലേഡീസ് സ്കാൻ ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു കാരണവശാലും സ്കാൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ആണാണോ അതോ പെണ്ണാണോ എന്നുള്ള വിവരം വെളിയിൽ പറയത്തില്ല. ഇന്ത്യയിലെ നിയമം അത് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വൈഫിനെ കൂട്ടി ഇദ്ദേഹം ദുബായിക്ക് കടന്നുപോയി. അവിടെ ഇങ്ങനൊരു നിയമമുണ്ട്. അതായത് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സ്കാൻ ചെയ്തതിന് ശേഷം കുഞ്ഞ് ആണാണോ അതോ പെണ്ണാണോ എന്ന് വെളിയിൽ പറയും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കുഞ്ഞ് പെണ്ണാണെന്ന് ഇദ്ദേഹം ദുബായിൽ വെച്ച് അറിയുകയും അങ്ങനെ തിരിച്ച് തമിഴ്നാട്ടിലെത്തി ഇതിനെക്കുറിച്ചൊരു ബ്ലോഗ് ചെയ്തു. ബേബീസ് ജെൻഡർ എന്നായിരുന്നു ആ ബ്ലോഗിന്റെ പേര്. ഇത് തമിഴ്നാട്ടില് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഇടുകയും ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാകുകയും ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കാണുകയും ചെയ്തു. ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി തമിഴ്നാട്ടിൽ ഇത് വലിയ ചർച്ചയാകുകയും ചില സാമൂഹ്യ പ്രവർത്തകർ ഇത് പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പോലീസിൽ കേസ് കൊടുത്ത സമയത്ത് ഇത് കൃത്യമായ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കുകയും ഇത് വലിയ വിവാദമാക്കുകയും ചെയ്തു. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തത്. ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വലിയ പരാതിയായി തീരുകയും അത് സർക്കാരിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്തു. ഒടുക്കം ഇദ്ദേഹത്തിന്റെ അടുത്ത് കൃത്യമായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ചോദിച്ചു. ഇദ്ദേഹം ഈ ഒരു യൂട്യൂബിൽ നിന്നും ഈ ഒരു വീഡിയോ നീക്കം ചെയ്തു, പെട്ടെന്ന് തന്നെ നീക്കം ചെയ്തു. അതിനുശേഷം സർക്കാർ ഇദ്ദേഹത്തിനോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു. അതായത് സർക്കാർ വൃത്തങ്ങൾ ഇദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു. ഇദ്ദേഹം മാപ്പ് ചോദിച്ചുകൊണ്ട് ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ഈ സർക്കാരിൽ ഇത്രയധികം പിടിയുണ്ടായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കേസ് മുക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് മാപ്പ് കൊടുത്തതായിട്ട് സർക്കാർ ഒരു ഉത്തരവിറക്കുകയും അത് ആ ഒരു രീതിക്ക് പരിഹരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളും പല കോണിൽ നിന്നും വലിയ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഈ കേസ് ഈ രീതിയിൽ പരിഗണിച്ചതിന് വലിയ രീതിയിൽ എതിർപ്പുണ്ടാകുകയും ചെയ്തു. ഉദയനിധി സ്റ്റാലിനുമായിട്ടൊക്കെ ഉള്ള അടുപ്പം കൊണ്ടായിരിക്കാം ആ ഒരു കേസ് ആ രീതിയിൽ മുക്കിയത്. എന്നാൽ 2 ആഴ്ചകൾക്ക് ശേഷം ഇദ്ദേഹം വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ. നിമിഷ നേരം കൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ കാണുകയും അത് വലിയ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തു. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ ഡെലിവറി സംബന്ധിച്ച ഒരു വീഡിയോ ആയിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ വൈഫ് ഇങ്ങനെ ഡെലിവറിക്ക് വേണ്ടി കയറുന്ന സമയത്ത് ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടി ഈ ഭർത്താവിനും കൂടെ കയറ്റാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അത് അത്ര അങ്ങോട്ട് വ്യാപകമല്ല. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കാറുണ്ട്. സമൂഹത്തോടു കൂടി അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഒക്കെ സമൂഹത്തോടു കൂടി അങ്ങനെ കയറ്റുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. റെയിൻബോ എന്ന ചെന്നൈയിലെ വലിയൊരു ഹോസ്പിറ്റലായിരുന്നു ഈ ഒരു യൂട്യൂബറിന്റെ വൈഫിന്റെ ഡെലിവറി നടന്നത്. അപ്പോൾ ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെയും കൂടെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ ഇദ്ദേഹം ബ്ലോഗുകളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ടല്ല ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഒരു പേഴ്സണലായിട്ട് ഒരു ക്യാമറാമാൻ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം കയറിയതിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ക്യാമറാമാനെയും കൂടെ ഈ ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഈ ഡെലിവറി മുഴുവനും ഈ ബ്ലോഗ് എന്ന രീതിയിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ക്യാമറാമാനും ചേർന്ന് ഇത് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ വേറൊരു സംഭവം കൂടെ പ്രധാനമായിട്ട് നടന്നു. അതാണ് വലിയ വിവാദത്തിലേക്ക് തിരികൊളുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഇവര് 2 പേരും കൂടെ ചേർന്ന് ഈ ഇദ്ദേഹത്തിന്റെ, അതായത് യൂട്യൂബറിന്റെ വൈഫിന്റെ ഈ ഡെലിവറി ബ്ലോഗായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഡോക്ടേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വലിയ ഉത്സാഹമായി. ഈ ഒരു ബ്ലോഗ് ഒക്കെ ഇതിനകത്ത് വെച്ചെടുക്കുന്നത് വലിയ തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ ആ തമിഴ്നാട്ടിലെ ഒരു പ്രബല യൂട്യൂബർ കൂടിയാണ് ഈ ഇർഫാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇവർക്ക് വലിയ ഉത്സവമായിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ സിസേറിയൻ ആയിരുന്നു. അപ്പോൾ കുഞ്ഞിനെ വെളിയിലെടുക്കുന്ന സമയത്ത്
ഈ കുഞ്ഞിനെയും അമ്മയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൊക്കിൾ കൊടിയുണ്ട്, അത് കട്ട് ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പോൾ അത് കത്രിക വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ മെയിൻ ഇൻചാർജ് വഹിച്ച ഡോക്ടർ ഈ ഇർഫാൻ എന്ന് പറഞ്ഞ യൂട്യൂബറെ വിളിച്ചതിന് ശേഷം ഈ കത്രിക അദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം തന്റെ കുഞ്ഞിന്റെ പൊക്കിൾ കൊടി കട്ട് ചെയ്യുന്ന വീഡിയോയും ഈ ഒരു ക്യാമറയിൽ പകർത്തുകയും ഇത് ബ്ലോഗാക്കി തന്റെ യൂട്യൂബിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ ഒരു വീഡിയോ വെളിയിൽ വന്നു 2 ദിവസം കൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ കണ്ടു. ഇദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ പൊക്കിൾ കൊടി കട്ട് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ഇത് വലിയ വിവാദത്തിലേക്ക് പോവുകയും ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ വലിയ ചർച്ചയാകുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ബ്ലോഗ് നിയമവിരുദ്ധമായിരുന്നു. അപ്പോൾ അതിനെതിരെ കൃത്യമായ രീതിയിൽ തമിഴ്നാട് സർക്കാർ ആക്ഷൻ എടുത്തില്ല. തമിഴ്നാട്ടിലെ ആരോഗ്യ മന്ത്രാലയം കൃത്യമായ രീതിയിൽ ആക്ഷൻ എടുത്തില്ല എന്നൊരു പരാതി ഉയരുകയും ഈ ഒരു കാര്യം ചെന്ന സമയത്ത് അത് വലിയ വിവാദത്തിലേക്ക് തിരികൊളുത്തുകയും ചെയ്തു. അപ്പോൾ തമിഴ്നാട്ടിലെ ആരോഗ്യമന്ത്രിയുണ്ട്, മാ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിനോട് പത്രസമ്മേളനത്തിലൊക്കെ ഈ പത്രക്കാരൊക്കെ കൃത്യമായി ഈ കാര്യം ചോദിച്ചു. ഇദ്ദേഹം ഉഴപ്പിയടിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. ആരോഗ്യമന്ത്രി പത്രക്കാരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉഴപ്പിയടിച്ച് മറുപടി പറഞ്ഞുവെങ്കിലും പ്രതിപക്ഷ പാർട്ടികളും സമൂഹ മാധ്യമവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും ഈ വിഷയത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. അപ്പോൾ സർക്കാർ നടപടിയെടുക്കാൻ വേണ്ടി നിർബന്ധിതരായി എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ ഹോസ്പിറ്റലിനെതിരെയാണ് ആദ്യമായിട്ട് നടപടിയെടുത്തത്. 10 ദിവസത്തേക്ക് ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനവും നിർത്തിവെക്കാൻ വേണ്ടി ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു. അതോടൊപ്പം തന്നെ 50,000 രൂപ പിഴയിട്ടു. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ ഈ ഒരു സർജറി ചെയ്ത, അതായത് ഈ സർജറിക്ക് നേതൃത്വം വഹിച്ച ഇൻചാർജ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഈ സർക്കാർ ആരോഗ്യ വകുപ്പിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബർക്കെതിരെ ഇതുവരെ നടപടിയെടുക്കാൻ തമിഴ്നാട് സർക്കാർ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 2 വീഡിയോകളും വിവാദമായപ്പോൾ ഈ യൂട്യൂബർ തന്റെ ചാനലിൽ നിന്നും ഈ 2 വീഡിയോകളും നീക്കം ചെയ്തു. എന്നാൽ തമിഴ്നാട് സർക്കാർ ഇദ്ദേഹത്തിനെതിരെ ഇതുവരെ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം നടൻ നെപ്പോളിന്റെ മകന്റെ വിവാഹം സംബന്ധിക്കുവാൻ വേണ്ടി ജപ്പാനിലേക്ക് കടന്നു പോവുകയും അതിന്റെ ബ്ലോഗുകളൊക്കെ എടുത്ത് തന്റെ ചാനലിൽ ഇടുകയും ചെയ്തു. ഇവിടെ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ സമൂഹ മാധ്യമത്തിൽ പല ആളുകളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും നിയമപാലകരും ഇതിനെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ തമിഴ്നാട് സർക്കാർ ഇദ്ദേഹത്തിനെതിരെ ഇതുവരെയും ഒരു നടപടി എടുക്കാൻ തുനിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. തമിഴ്നാട്ടിൽ ഇല്ലീഗലായിട്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ പോലീസ് കൃത്യമായ രീതിയിൽ FIR ഇടുന്നുണ്ട്, അവർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട്. എന്നാൽ ഇർഫാന്റെ കാര്യം വന്ന സമയത്ത് പോലീസ് ഒരു നടപടി എടുക്കാൻ തയ്യാറായില്ല. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഉദയനിധി സ്റ്റാലിനുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ അടുപ്പമാണ് എന്നുള്ളതാണ് വലിയ വിവാദമായിട്ട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, യൂട്യൂബർമാര് തങ്ങളുടെ ചാനലുകൾക്ക് റീച്ച് കൂട്ടുവാൻ വേണ്ടി പല കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ തന്റെ വാഹനത്തിൽ വലിയൊരു പൂൾ ഉണ്ടാക്കുകയും അതിൽ കിടന്നുകൊണ്ട് യാത്ര ചെയ്യുകയും അത് പൊട്ടി റോഡിലൊക്കെ വീണ് വലിയ വിവാദമാവുകയും പത്രമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ ലൈസൻസ് ഉൾപ്പെടെ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല യൂട്യൂബർമാർ ഇതുപോലുള്ള പല പല കാര്യങ്ങളും തങ്ങളുടെ ചാനലുകൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇർഫാൻ ചെയ്തതിനോട് ഏത് രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ പല കോണുകളിൽ നിന്നും തമിഴ്നാട്ടിൽ വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സംഭവം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.